സത്യത്തില് CPIM എന്ന് പറയുന്ന പാർട്ടി ഇപ്പോഴത്തെ കണക്കിന് പറഞ്ഞു കഴിഞ്ഞാല് വർഗീയ പാർട്ടി പിളർപ്പിന്റെ വക്കിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് തിരഞ്ഞെടുപ്പിന് ശേഷം വേണോ തിരഞ്ഞെടുപ്പിന് മുമ്പ് വേണോ എന്നുള്ളത് പൊതുജനങ്ങളുടെ തീരുമാനമാണ്. കാരണം ഇന്നലത്തെ ഗോവിന്ദ മാഷിന്റെ പത്രസമ്മേളനം അതാണ് സൂചിപ്പിക്കുന്നത്. നമസ്കാരം. അപ്പോൾ നമ്മളുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പൊതുജനങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതെ ചുമ്മാ കുറേ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ അവനവൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്നുള്ള ഒരു കാര്യം ചെയ്താൽ പോലും അത് വളരെ തെറ്റാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർ മാത്രം മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല. കാരണം ഒന്നാമത് അവരുടെ പ്രചരണം എന്ന് പറയുന്നത് തന്നെ അതിനൊരു പരിമിതിയുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പാർട്ടികൾ തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് ചൂഷണം ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ജനങ്ങൾ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. സത്യത്തില് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ പിളർപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് സാവധാനം തീർന്നു പോവേണ്ട ഒരു പാർട്ടി തന്നെയാണ്. അത് തീരുകയും ചെയ്യും. കാരണം ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ അത് അവസാനിച്ചു എന്നുള്ളതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് തന്നെയാണ് കേരളത്തിലെ CPM-ന്റെയും ഭാവി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഏതൊരു വ്യക്തിയുടെയും ഒരു ആവശ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് വികസനം എന്ന് പറയുന്നത്. അതായത് വികസനം എന്ന് പറയുമ്പോൾ ആദ്യം സ്വന്തം വീട്ടിലേക്ക് അരി മേടിക്കാനുള്ള വകുപ്പ്, വരുമാനം അല്ലെങ്കിൽ ശമ്പളം എന്നൊക്കെയുള്ള രീതിയിൽ കിട്ടണം. മൂന്നാമത്തേത് ആ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ചികിത്സയാണെന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിലും റോഡ് സംവിധാനങ്ങളാണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് നമുക്കത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലമ്പൂര് നമ്മൾ കണ്ടത് ഈ വികസനമോ അല്ലെങ്കിൽ ജനക്ഷേമമോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ കണ്ട ആ ഒരു ഇലക്ഷൻ പ്രചരണം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് വർഗീയത മാത്രമാണ് അവിടെ എല്ലാ പാർട്ടികളും സംസാരിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു വർഗീയത എന്ന് പറയുന്നത് മാറ്റി നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോ എന്താണ് ഹിന്ദു പാർട്ടി ഏതാണ് എന്നുള്ള മത്സരം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഹിന്ദു പാർട്ടി ആവാൻ വേണ്ടി CPM ശ്രമിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു ഹിന്ദു പാർട്ടിയുമായിട്ട് മത്സരം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം BJP എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു പാർട്ടി അല്ല. ഇന്നലെ ഗോവിന്ദ മാഷ് ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോൾ അതിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് അത് വിഷം കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അറിഞ്ഞുകൊണ്ടുള്ള ഒരു ശ്രമം മാത്രമാണ്. അതായത് BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഹൈന്ദവ സംസ്കാരമാണ് BJP ഉയർത്തിപ്പിടിക്കുന്നത്, അല്ലാതെ ഹിന്ദു മതമല്ല എന്നുള്ളത് ഗോവിന്ദ മാഷിന് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും അല്ല. അപ്പൊ അറിഞ്ഞുകൊണ്ട് ആ വർഗീയത കുത്തിവെക്കുക സാധാരണക്കാരായ ജനങ്ങളിലേക്ക്. അപ്പോൾ അത് തിരുത്തണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അതായത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും പിണറായി വിജയൻ മനസ്സിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് SNDP, KPMS, NSS ഇതുമായിട്ടൊക്കെ സഖ്യത്തിലായിരിക്കുന്ന ആ ഒരു പിണറായിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ആ ഒരു മൂന്നാം ഭരണം എന്നുള്ളത് പിണറായിയുടെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം ഈ പറയുന്ന മൂന്നാം ഭരണം കിട്ടിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പിണറായി ചെയ്തിരിക്കുന്ന പല കൊള്ളരുതായ്മകളും പുറത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടോ തുടങ്ങി വെച്ച കുറെ വികസന പ്രവർത്തനങ്ങൾ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നാലും അത് പല ലഘുലേഖകളിലും നമുക്ക് കാണാൻ സാധിക്കും. വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു, അത് അവസാനിപ്പിക്കണം എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതൊന്നുമല്ല ലക്ഷ്യം. അത് ഇപ്പൊ ഈ NSS ആണെന്നുണ്ടെങ്കിലും വെള്ളാപ്പള്ളി ആണെന്നുണ്ടെങ്കിലും സ്വന്തം കുടുംബത്തിന് വേണ്ടി നിലപാടുകൾ പറഞ്ഞു എന്നുള്ളത് പോലെ തന്നെ പിണറായി വിജയനും ആ കുടുംബത്തിന് വേണ്ടി തന്നെയാണ്. അതായത് ഈ നടത്തിയ അഴിമതികൾ എന്ന് പറയുന്നത്, ചെയ്തിരിക്കുന്ന കൊള്ളരുതായ്മകൾ എന്ന് പറയുന്നത് മറച്ചു വെക്കണം. അതിനുവേണ്ടി വർഗീയത എന്ന് പറയുന്നത് ഒരു ആയുധമാക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇപ്പോ കോൺഗ്രസ് അവര് വർഗീയ പാർട്ടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ അവർ കളിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം. പല വിദേശ ഏജൻസികൾക്ക് വേണ്ടിയിട്ടുമാണ് അവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ കേരളത്തിനകത്ത് വർഗീയതയാണ് അവർ പ്രയോഗിക്കുന്നത്.
അതായത് സ്ഥിരമായിട്ട് കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്, അത് കൂടെ നിന്ന് പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർക്ക് അധികാരത്തിൽ എത്തിയേ മതിയാവൂ. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇടതിന്റെ ഭാഗത്തേക്ക് പോകും. കാരണം ഭരണമില്ല എന്നുണ്ടെങ്കിൽ പണമില്ല, പണമില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ടി നശിച്ചു പോകും എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് മുസ്ലിം ലീഗ് നന്നായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് കാണുന്നുമുണ്ട്. അതായത് കേന്ദ്രത്തിലോട്ട് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അതായത് കേരളത്തിൽ കോൺഗ്രസ് ഉറങ്ങിക്കിടക്കുകയാണ്. ഭരണം പിടിക്കാനുള്ള യാതൊരു രീതിയിലുള്ള മുന്നേറ്റവും അവർ നടത്തുന്നില്ല. കൃത്യമായിട്ട് അത് നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നുള്ള റിക്വസ്റ്റുമായിട്ട് ഈ മുസ്ലിം ലീഗ് കേന്ദ്രത്തിലോട്ട് പോകാനിരിക്കുകയാണ്. അവരുടെ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി അത് വർഗീയ പാർട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഗീയ പാർട്ടി തന്നെയാണ്. കാരണം പല വർഗീയ സംഘടനകളുടെയും പ്രസ്താവനകൾ വരുമ്പോൾ, അവരുടെ ആക്ടിവിറ്റീസ് വരുമ്പോൾ മൗനം പാലിക്കുക എന്നുള്ളത് തന്നെ വർഗീയതയാണ്. അതിനെ എന്തുകൊണ്ട് ഇവര് എതിർത്ത് പറയുന്നില്ല? ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ നടക്കുന്ന സതീശനെയാണ് നമ്മളിപ്പോ കാണുന്നത്. അതായത് മുസ്ലിം വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ UDF ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, തീവ്ര സ്വഭാവമുള്ള ഒരു മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ള അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ അവർക്ക് ആ നിലപാടൊന്നുമില്ല, അവര് മതേതരരാണ് എന്നാണ് സതീശൻ പറയുന്നത്, വിളിപ്പിക്കാനുള്ള ശ്രമം. അപ്പൊ അവരും ഇതുപോലെ വർഗീയ കക്ഷികളെ കൂടെ കൂട്ടുന്നു. അതേപോലെ തന്നെ നമ്മളുടെ CPM ഇപ്പോ വർഗീയ കക്ഷികളെ തന്നെയാണ് കൂടെ കൂട്ടുന്നത്. 2009 തൊട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു പാർട്ടി സെക്രട്ടറി ഇരുന്ന കാലത്ത് അദ്ദേഹം മദനിയുമായിട്ട് വേദി പങ്കിട്ട മനുഷ്യനാണ്. അന്നും ഈ സതീശൻ പറഞ്ഞ പോലെ മദനി 10 വർഷം മുമ്പ് എന്തായിരുന്നു നിലപാട്, ആ നിലപാടിൽ നിന്ന് മദനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. മദനി മതേതര രാഷ്ട്രം അല്ലെങ്കിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി കേരളമൊട്ടാകെ യാത്ര നടത്തിയ വ്യക്തിയാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. എന്നിട്ട് PDP കൂടെ നിർത്തുന്നു, പാലസ്തീൻ ഐക്യദാർഢ്യം സമ്മേളനങ്ങൾ നടത്തുന്നു. അപ്പോ ഇതെല്ലാം വർഗീയത തന്നെയല്ലേ? ഇനി BJP പോലും കാണിക്കാത്ത ഒരു വർഗീയത, അതായത് സാമുദായിക സംഘടനകളെ, ഹിന്ദു സംഘടനകളെ, അതുപോലെ തന്നെ ശബരിമലയിൽ പോയിട്ട് കാണിച്ച കുറെ കോപ്രായങ്ങൾ, ഇതെല്ലാം ഹിന്ദുക്കളെ കൂടെ കൂട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം പിണറായി വിജയൻ മുന്നിട്ടിറങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി BJPയുടെ കാര്യം നമുക്ക് എടുത്തു നോക്കാം. യഥാർത്ഥത്തിൽ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് അത് മുസ്ലിം ആണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനി ആണെന്നുണ്ടെങ്കിലും ഹിന്ദു ആണെന്നുണ്ടെങ്കിലും സിഖ് ആണെന്നുണ്ടെങ്കിലും ജൈനനാണെന്നുണ്ടെങ്കിലും ഹൈന്ദവ സംസ്കാരം തന്നെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അവരുടെ മതം മാറണം എന്നല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്, സംസ്കൃതിയുണ്ട്, പാരമ്പര്യമുണ്ട്, അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് മാത്രമാണ് BJP പറയുന്നത്. അല്ലാതെയുള്ള അവരുടെ നടപടികളൊന്ന് നോക്കൂ. അതായത് മുത്തലാഖ് എന്ന് പറയുന്നത് നിരോധിച്ചു, അത് മുസ്ലിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതല്ലേ? ഈ വഖഫ് എന്ന് പറയുന്ന നിയമത്തിൽ ഭേദഗതി വരുത്തി, അത് സാധാരണക്കാരായ മുസ്ലിംസിന് വഖഫിന്റെ യാതൊരു ഗുണവും ലഭിക്കാതെ ഈ വഖഫിനെ കൈയടക്കി വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ ചില ഉന്നതർ ആ ഭൂമികൾ ഉപയോഗിച്ചുകൊണ്ട് ലാഭം കൊയ്തിരുന്നത് ഇല്ലാതാക്കാനുള്ള ഒരു നിയമമല്ലേ കൊണ്ടുവന്നത്? ഇനി ഇപ്പോ ഈ ഹിന്ദു പാർട്ടിയാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ BJPയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വ ഹിന്ദു പരിഷത്ത് എതിർത്തു, അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി എതിർത്തു, അതുപോലെ തന്നെ പല ഹിന്ദു സംഘടനകളും എതിർത്തു. എന്നിട്ടും കന്യാസ്ത്രീ വിഷയത്തിൽ ഛത്തീസ്ഗഡിൽ കേരള BJP ഘടകം ഇടപെട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തില്ലേ? അപ്പോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താ? ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണോ? ഇനി ഒന്നാലോചിച്ച് നോക്കൂ. ഉത്തർപ്രദേശില് 2011 എന്ന് പറയുന്നത് മുസ്ലിം ജനസംഖ്യ എന്ന് പറയുന്നത് 19 മുതൽ 20 വരെ ശതമാനമായിരുന്നു. അതിനുശേഷം കൃത്യമായിട്ടുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 2025 ആയപ്പോഴേക്കും ഇപ്പൊ 30% മുകളിൽ അവിടെ മുസ്ലിം ജനസംഖ്യ ഉണ്ട്. എന്നിട്ടും അവിടെ BJP എന്തുകൊണ്ട് ജയിക്കുന്നു? കാരണം അവിടെ യഥാർത്ഥ മതേതര കക്ഷി എന്ന് പറയുന്ന കോൺഗ്രസ് അല്ല എന്നും സ്വസ്ഥമായി ജീവിക്കാനും വികസനം ആസ്വദിക്കാനും സാധിക്കുന്നത് കൃത്യമായിട്ട് BJP ഭരിക്കുമ്പോഴാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടുത്തെ മുസ്ലിം സമുദായത്തിന് അറിയാം. പക്ഷെ കേരളത്തിലെ സാക്ഷര പ്രബുദ്ധ കേരളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിലെ പൊതുജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല, അടിമകളായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് ഈ വിവരങ്ങളെല്ലാം എത്തിച്ച് യഥാർത്ഥ മതേതര പാർട്ടി ഏത്, യഥാർത്ഥ വികസനവാദികൾ ആര് എന്നുള്ളത് ജനങ്ങളിലേക്ക് ബോധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് ജനങ്ങളിലേക്ക് പൊതുജനങ്ങൾ കൂടി മുൻകൈയെടുത്ത് എത്തിക്കണം എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് CPM ആ ഒരു പിളർപ്പ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം, കൃത്യമായിട്ട് ചില വിഭാഗം മുസ്ലിംസിനെ കൂടെ നിർത്തി മുസ്ലിം വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കുക, ഹിന്ദു പാർട്ടിയാണ് എന്നുള്ള ഒരു മത്സരം നടത്തുക, ഇതിലൂടെയെല്ലാം
വ്യക്തമാവുന്നത് പിണറായി വിജയന്റെ പേഴ്സണൽ അജണ്ട എന്നുള്ളതാണ്, മൂന്നാം ഭരണത്തിന് വേണ്ടിയുള്ള അജണ്ട. അപ്പോൾ ആ മൂന്നാം ഭരണം കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് കൃത്യമായിട്ട് പിളരും എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം പല സന്ദർഭങ്ങളിലും ഇതുപോലെ വിമർശനങ്ങൾ, പിണറായി വിജയന്റെ നയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഭരണം പിടിച്ചു നിർത്തി എന്നുള്ളതിന്റെ പേരിൽ പിണറായി വിജയനെതിരെ ശബ്ദമുയർത്താൻ സാധാരണക്കാരായ നേതാക്കൾക്ക് സാധിച്ചിരുന്നില്ല. ഇത്തവണ ഭരണം പോയാൽ അവര് തലപൊക്കും, പിണറായിക്കെതിരെ ശബ്ദങ്ങൾ ഉയരും എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ അതിനു മുൻപ് തന്നെ പിണറായി വിജയൻ ജയിക്കില്ല, LDF ജയിക്കില്ല. യഥാർത്ഥ മതേതര മുന്നണി ആരാണ്, യഥാർത്ഥത്തിൽ കേരളത്തിൽ ജയിക്കേണ്ട മതേതര മുന്നണി അല്ലെങ്കിൽ വികസിത ഭാരതം അല്ലെങ്കിൽ വികസിത കേരളം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മുന്നണി ഏതാണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോ P ജയരാജന്റെ മകൻ ശബ്ദമുയർത്തിയ പോലെ അല്ലെങ്കിൽ ഐഷ സുൽത്താന ശബ്ദമുയർത്തിയ പോലെ പിണറായിക്കെതിരെ ശബ്ദമുയർത്താൻ ആളുകൾ ഉയർന്നു വരും. അതിലൂടെ അത് ഭിന്നിപ്പിക്കപ്പെടും. അങ്ങനെ കേരളം രക്ഷപ്പെടും. അതല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് മറ്റൊരു തീവ്രവാദി സംഘടന, ആ സംഘടനയുടെ പിൻബലത്തിൽ മറ്റൊരു മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. അതായത് LDFന് പകരം ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റുന്ന ഒരു അവസ്ഥയിൽ UDF ഭരണത്തിൽ വരും എന്നുള്ളതാണ് സത്യാവസ്ഥ.